അനന്തപുരി തറവാട്ടിലെ ഏറ്റവും വെറുക്കപ്പെട്ടവരായിരുന്ന നയനയും നവ്യയും ഇപ്പോൾ ആ തറവാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നെടുംതൂണുകളായി മാറിയിരിക്കുകയാണ്. ജലജയും അഭിയും നവ്യയെ തള്ളിപ്പറയുവാൻ തുടങ്ങിയതോടുകൂടി പലയാവർത്തി അവരെ തിരുത്തുവാൻ ശ്രമിച്ചിട്ടും തിരുത്തലുകൾക്ക് വിധേയരാകാതിരുന്നതുകൊണ്ട് അഭിയുടെയും ജലജയുടെയും മുൻപിൽ വെച്ച് അനന്തപുരി തറവാടിന്റെ നേർപാതി മുത്തശ്ശൻ നവ്യയുടെ പേരിൽ എഴുതി വെച്ചു. അത് അഭിയെയും ജലജയെയും സംബന്ധിച്ചൊരു വലിയ ഷോക്കായിരുന്നുവെങ്കിലും ഇപ്പോഴും ഏതു വിധേനയും നവ്യയും തന്റെ കുഞ്ഞിനെയും ഇല്ലാതാക്കുക എന്നുള്ള തീവ്രമായ ചിന്തയുമായി അമ്മയും മകനും നടക്കുകയാണ്. അപ്പോൾ തന്നെ നയനയോടുള്ള അതിയായ കലിപ്പിലും നയനയ്ക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങൾ കണ്ടു വല്ലാത്ത അസൂയയിലും അനാമികയും ജാനകിയും പൊറുതിമുട്ടി നിൽക്കുകയുമാണ്. ചുരുക്കത്തിൽ അനന്തപുരിയിലേക്ക് വളഞ്ഞ വഴിയിൽ കൂടി വന്നു കയറിയ രണ്ടു മരുമക്കൾ, വെറുക്കപ്പെട്ടവർ, അവരിപ്പോൾ എല്ലാവരുടെയും കണ്ണിലുണ്ണികളായി മാറുന്നു. അനന്തപുരി എങ്ങനെ മുൻപോട്ട് നീങ്ങണം എന്നുള്ളത് ഇപ്പോൾ അവർ തീരുമാനിക്കുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജാനകിയുടെയും അനാമികയുടെയും ജലജയുടെയും മനസ്സിലുള്ള ഇപ്പോഴത്തെ പ്രധാന തന്ത്രം എങ്ങനെയും നവ്യയും നയനയും തമ്മിൽ തെറ്റിക്കുക എന്നുള്ളതാണ്. നവ്യ ഗർഭിണിയായതുകൊണ്ട് തന്നെ വീടിനുള്ളിൽ ഒതുങ്ങിയിരിക്കുകയാണ്. എന്നാൽ നയനയാകട്ടെ ആദർശിനൊപ്പം ജ്വല്ലറിയിലേക്ക് പോകുന്നു, മൂർത്തീസ് ഗ്രൂപ്പിന്റെ മെയിൻ ഡിസൈനറായി മാറുന്നു. അങ്ങനെ വളർച്ചയുടെ പടവുകൾ ചവിട്ടി നയന മുകളിലേക്ക് കയറുകയാണ്. അതിനാൽ തന്നെ നവ്യയുടെ മനസ്സിൽ അസൂയ കുത്തി നിറച്ച് അനിയത്തിക്കെതിരാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള ഓരോ തന്ത്രങ്ങളും ജലജ മെനയുന്നുമുണ്ട്. പക്ഷേ ജലജയേക്കാൾ തന്ത്രശാലിയായ നവ്യയുടെ മുൻപിൽ ഇതൊന്നും വിലപ്പോകുന്നില്ല എന്നുള്ളതാണ് വലിയൊരു യാഥാർത്ഥ്യം. മാത്രവുമല്ല, ഇരുവരെയും തമ്മിലടിപ്പിക്കുവാൻ വീട്ടിനുള്ളിൽ ഓരോരുത്തരും കൊണ്ടുപിടിച്ച ചർച്ചകൾ നടത്തുമ്പോൾ ചേച്ചിയും അനിയത്തിയും തമ്മിലുള്ള ഇഴയടുപ്പം ഓരോ ദിവസം കഴിയുന്തോറും കൂടി വരിക മാത്രമാണ് ചെയ്യുന്നത്. അധികാരങ്ങളും അംഗീകാരങ്ങളും നഷ്ടപ്പെട്ട ജാനകിയും ജലജയും അനാമികയും ഇതൊക്കെ കണ്ടിട്ട് സ്വസ്ഥത നഷ്ടപ്പെട്ട് നടക്കുകയാണ്. ഇതിനിടയിൽ അനാമികയെയും ജാനകിയെയും ജലജയും ഞെട്ടിച്ചുകൊണ്ട് നയനയെ തേടി മറ്റൊരു അംഗീകാരം കൂടി എത്തുകയാണ്. അതുകൂടി കേട്ടപ്പോഴേക്കും അനാമിക അക്ഷരാർത്ഥത്തിൽ ഹൃദയം തകർന്നവളെ പോലെയായി. അതേക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കുന്നത്. അതിനു മുൻപായി ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കുകളും വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ് നൽകുന്നത്. മൂർത്തീസ് ജ്വല്ലറിയുടെ ഒരു പരസ്യ ചിത്രത്തിന് വേണ്ടി നൽകുവാൻ വേണ്ടി നയന ഡിസൈൻ ചെയ്ത ഒരു നെക്ലസ് അത് താൽക്കാലികമായി നയനയുടെ കഴുത്തിലേക്ക് തന്നെ അണിയിച്ചിട്ട് ആദർശ് പല ആംഗിളുകളിലുള്ള കുറച്ചധികം ഫോട്ടോസും വീഡിയോസും ഒക്കെ തൻ്റെ മൊബൈൽ ഫോണിൽ പകർത്തുന്നുണ്ട്. തുടർന്ന് ആദർശ് വീട്ടിലെത്തിയ ശേഷം തൻ്റെ ഫോണിൽ നിന്ന് വീണ്ടും വീണ്ടും ആ ഫോട്ടോകളൊക്കെ ഓരോന്നായി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ദേവയാനി ആദർശിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്താണ് കാര്യമായി ഫോണിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും പുതിയ ഓർഡറുകളോ വല്ലതും വന്നിട്ടുണ്ടോ? ഇത് ചോദിച്ചുകൊണ്ട് ദേവയാനി ആദർശിൻ്റെ ഫോണിലേക്ക് ഒന്ന് എത്തി നോക്കുന്നുണ്ട്. അപ്പോൾ നയനയുടെ ഫോട്ടോയാണ് കാണുന്നത്. ദേവയാനി ചോദിക്കുകയാണ്, ആഹാ, ഇത് നയനയുടെ ഫോട്ടോ അല്ലേ? അതേ അമ്മേ, നയനയുടെ ഫോട്ടോ തന്നെയാണ്. ഇന്ന് ജ്വല്ലറിയിൽ വെച്ച് അവൾ ഡിസൈൻ ചെയ്ത ഒരു പുതിയ നെക്ലസ് അത് ഞാൻ അവളുടെ കഴുത്തിൽ തന്നെ അണിയിച്ചതിന് ശേഷം കുറച്ച് വീഡിയോസും ഫോട്ടോയും ഒക്കെ എടുത്തതാണ്. ഇതെങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി. അത് കണ്ടിട്ട് ദേവയാനി വലിയ ഗൗരവത്തിൽ പറയുക, ആ തരക്കേടില്ല, ആ ഡിസൈൻ എനിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പെട്ടെന്ന് ആദർശ് പറയുകയാണ്, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അമ്മയ്ക്ക് ഇഷ്ടമാകുമോ എന്നറിയില്ല, എങ്കിലും എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം ഞാനങ്ങ് തുറന്നു പറയുകയാണ്. നമ്മുടെ പരസ്യങ്ങളിലൊക്കെ അഭിനയിക്കുന്നൊരു പെൺകുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് ആ സ്ഥാനത്ത് നയന വരുന്നതാണെന്നാണ്. ഈ ചിത്രങ്ങൾ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് അങ്ങനെയാണ് പറയുന്നത്. ഇത് എൻ്റെ അഭിപ്രായം മാത്രമല്ല, ഈ ഫോട്ടോസൊക്കെ കണ്ടിട്ട് നമ്മുടെ സ്റ്റാഫിൽ പല ആൾക്കാരും ഇതേപ്പറ്റി എന്നോട് സംസാരിച്ചിരുന്നു. ഇത്രയും കേട്ടപ്പോഴേക്കും വലിയ ഗൗരവത്തോടുകൂടി ആദർശിൻ്റെ മുഖത്തേക്ക് ദേവയാനി നോക്കുകയാണ്. ഈ നോട്ടം കാണുമ്പോഴേക്കും ആദർശ് വല്ലാണ്ട് പരുങ്ങുകയും ചെയ്യുന്നു. സത്യത്തിൽ ആദർശിൻ്റെ നാവിൽ നിന്നും ഇങ്ങനെയൊരു വാക്ക് കേട്ടപ്പോഴാണ് ദേവയാനിയുടെയും മനസ്സിൽ അത്തരത്തിലൊരു ഫീൽ ഉണ്ടാകുന്നത്. അത് ശരിയാണല്ലോ ആദർശ് പറഞ്ഞത്, എന്തുകൊണ്ടും ഈ സ്ഥാനത്ത് നിൽക്കുവാൻ യോഗ്യതയുള്ള പെൺകുട്ടി എൻ്റെ മരുമകൾ തന്നെയാണ്. മാത്രവുമല്ല, കണ്ടമാനം പണം ഓരോ മാസവും കൊടുത്തിട്ടാണ് ഓരോരോ പരസ്യങ്ങളിലും അഭിനയിക്കുവാൻ വേണ്ടി പുറത്തുനിന്ന് മോഡലിനെയൊക്കെ കൊണ്ടുവരുന്നത്. പക്ഷേ ഇവിടെ സുന്ദരിയായ ഒരു മരുമകൾ നമുക്കുള്ളപ്പോൾ പിന്നെ എന്തിനാണ് മറ്റൊരാളിനെ തിരക്കി പുറത്തേക്ക് പോകുന്നത്? ഈ നെക്ലസ് ധരിച്ച് എൻ്റെ മരുമകൾ നിൽക്കുന്നത് എത്ര ഭംഗിയുണ്ട് കാണാൻ. ആദർശിനോട് ഈ കാര്യങ്ങൾ തുറന്നു പറയണമെന്ന് ദേവയാനിക്കുണ്ട്. പക്ഷേ അങ്ങനെ പറയാനും കഴിയാത്ത സാഹചര്യത്തിലാണ്. അതുകൊണ്ട് ദേവയാനി പെട്ടെന്ന് മറുപടി ഒന്നും പറയാതെ മടങ്ങി അങ്ങ് പോവുകയാണ്. അപ്പോൾ ആദർശിൻ്റെ മനസ്സ് പറയുകയാണ്, അമ്മയോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. നയനയെക്കുറിച്ച് എന്ത് നല്ല കാര്യം പറഞ്ഞാലും അത് അമ്മയുടെ മനസ്സിന് വേദനയാണ്. പക്ഷെ മുറിക്കകത്തേക്ക് കയറിപ്പോയ ദേവയാനി പെട്ടെന്ന് തൻ്റെ ഫോൺ എടുത്തിട്ട് ഓഫീസിൽ മാനേജറെ വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത ആ കുട്ടിയോട് ദേവയാനി പറയുകയാണ്, ആദർശിൻ്റെ ഫോണിൽ ഇന്ന് ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടു. അത് നയനയുടേതായിരുന്നു. നയനമോൾ റീസെൻ്റ്ലി ഡിസൈൻ ചെയ്ത ഒരു നെക്ലസ് ധരിച്ചുകൊണ്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു.
അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നൊരു ചിന്ത, എന്തുകൊണ്ട് നയനമോളെ തുടർന്ന് മൂർത്തീസ് ഗ്രൂപ്പിൻ്റെ മോഡലാക്കി മാറ്റിക്കൂടാ എന്നുള്ളതായിരുന്നു. ഞാൻ കണ്ട ഫോട്ടോയും തുടർന്ന് നമ്മൾ പുറത്തുനിന്ന് മോഡലിങ്ങിന് വിളിക്കുന്ന പെൺകുട്ടിയുടെ ഫോട്ടോയും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കിയിട്ട് നയനമോൾ തന്നെയാണ് വളരെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് മോൾ ഒരു കാര്യം ചെയ്യണം, ആദർശ് ഓഫീസിലേക്ക് വരുമ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് ആദർശിനോടൊന്ന് സംസാരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ഒരിക്കലും അവൻ അറിയരുത് കേട്ടോ. ഇന്ന് തന്നെ ഇത് പറയുകയും ചെയ്യണം. അപ്പോൾ ആ കുട്ടി പറയുകയാണ്, ശരി മാഡം, മാഡം ഈ പറഞ്ഞ കാര്യങ്ങൾ പലതവണ ഇവിടെ സ്റ്റാഫുകളൊക്കെ തമ്മിൽ സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. പുറത്തുനിന്ന് വരുന്ന ഒരു മോഡലിനേക്കാൾ എത്രയോ ഭംഗിയാണ് നയന മാഡം ആ റോള് ചെയ്യുന്നത്. ആദർശ് സാറ് നയന മാഡത്തെ വെച്ചിട്ട് ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഞാനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴും മാഡം പറഞ്ഞ കാര്യം എൻ്റെയും മനസ്സിലേക്ക് വന്നതാണ്. എന്തായാലും ഇന്ന് തന്നെ ആദർശ് സാർ എത്തുമ്പോൾ ഞാൻ ഈ കാര്യം സംസാരിക്കാം. തുടർന്ന് നയന ആഭരണ വിഭൂഷതയായി ഓരോ പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കുകയും അതിൽ കൂടി മൂർത്തീസ് ജ്വല്ലറിക്ക് വീണ്ടും വീണ്ടും ഉയർച്ചകൾ സംഭവിക്കുന്നതുമൊക്കെ ദേവയാനി അങ്ങനെ ഭാവനയിൽ കണ്ടുകൊണ്ട് ചിരിക്കുന്ന മുഖത്തോടുകൂടി ദേവയാനി കട്ടിലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് അനാമിക ആ മുറിയിലേക്ക് കയറി വരികയാണ്. ദേവയാനിയുടെ ചിരിക്കുന്ന മുഖം കണ്ടിട്ട് അനാമിക ചോദിക്കുന്നുണ്ട്, എന്താ വല്യമ്മേ വലിയ സന്തോഷം? അല്ല, ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുകയാണല്ലോ വല്യമ്മ. ഏയ് ഒന്നുമില്ല മോളെ, ഞാൻ പഴയ കാര്യങ്ങളൊക്കെ അങ്ങനെ ഓർക്കുകയായിരുന്നു. അതിന് ചിരിക്കാൻ മാത്രം എന്താണ് വല്യമ്മേ പഴയ കാര്യങ്ങളൊക്കെ? ഇനി എൻ്റെ കാര്യങ്ങൾ വല്ലതും ആണോ ഓർത്തെ? അതേ മോളെ, മോളത് കൃത്യമായിട്ട് പറഞ്ഞല്ലോ. മോളുടെ കല്യാണവും തുടർന്ന് മോളെ ഇവിടേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്ന കാര്യങ്ങളും ഒക്കെ ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. മോളെ ഈ വീട്ടിലേക്ക് കയറി വന്നത് തന്നെയാണ് ഞങ്ങളുടെ ഭാഗ്യം. ഞാൻ ഇടയ്ക്കൊക്കെ ചിന്തിക്കാറുണ്ട്, മോളെപ്പോലൊരു പെൺകുട്ടി എൻ്റെ മരുമകളായി വന്നില്ലല്ലോ എന്ന്. ഇത്രയും പറഞ്ഞിട്ട് ഉടനെ തന്നെ ദേവയാനി മനസ്സിൽ പറയുകയാണ്, ഹോ, ഞാൻ രക്ഷപ്പെട്ടു. സത്യത്തിൽ ഇതുപോലൊരു ഐറ്റമായിരുന്നു എൻ്റെ മരുമകളായി വന്നിരുന്നതെങ്കിൽ എൻ്റെ ജന്മം നരക തുല്യമായി തീർന്നേനെ. ഭഗവാൻ എന്നെ രക്ഷിച്ചു. പെട്ടെന്ന് ദേവയാനിയുടെ മുഖഭാവം മാറുന്നത് കണ്ടിട്ട് അനാമിക ചോദിക്കുന്നുണ്ട്, അല്ല വല്യമ്മ എന്താണ് പെട്ടെന്ന് മറ്റെന്തോ ചിന്തയിലേക്ക് പോയല്ലോ, മുഖമാകെ വാടിയല്ലോ? ഏയ് അങ്ങനെയൊന്നുമില്ല മോളെ, ഞാൻ സന്തോഷത്തിൽ തന്നെയാണ്. തുടർന്ന് കാണുന്നത് ആദർശ് ഓഫീസിലേക്ക് മടങ്ങി ചെല്ലുന്നതാണ്. ആദർശ് ചെന്ന് അല്പനിമിഷം കഴിഞ്ഞപ്പോൾ മാനേജർ ആദർശിന്റെ ക്യാബിനിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ആദർശിനോട് പറയുകയാണ്, സാർ, ഞാനൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് സാറിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ വന്നത്. ആ, എന്തുപറ്റി പറയൂ. കഴിഞ്ഞ ദിവസം നയന മാഡത്തിന്റെ കഴുത്തിൽ പുതിയ നെക്ലസ് ധരിപ്പിച്ചുകൊണ്ട് സാർ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തല്ലോ. അത് വളരെ മനോഹരമായിരുന്നു സാർ. ഇതെല്ലാം കഴിഞ്ഞ് സാർ പോയപ്പോൾ ഇവിടെയുള്ള സ്റ്റാഫുകളും ഞാനും അതേക്കുറിച്ച് കുറച്ച് സമയം ചർച്ചകളൊക്കെ നടത്തി. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തുകൊണ്ട് നയന മാഡത്തെ നമ്മുടെ മോഡലാക്കിക്കൂടാ? മാഡത്തിന് നന്നായി സംസാരിക്കുവാനും നല്ല രീതിയിൽ അഭിനയിക്കുവാനും ഒക്കെയുള്ള കഴിവുണ്ട്. അതേക്കുറിച്ച് എന്താണ് സാറിൻ്റെ അഭിപ്രായം? പുറത്തുനിന്ന് കണ്ടമാനം പണം കൊടുത്തിട്ടാണ് നമ്മൾ മോഡൽസിനെയൊക്കെ എടുക്കുന്നത്. ഇവിടെ അതിനേക്കാൾ സുന്ദരിയായ ഒരാളുള്ളപ്പോൾ പിന്നെ എന്തിനാണ് സാർ പുറത്തുനിന്ന് നമ്മൾ ഒരാളിനെ എടുക്കുന്നത്? ഇത്രയും കേട്ടപ്പോഴേക്കും ആദർശിൻ്റെ ഉള്ളിൽ വീണ്ടും നയനയെ മോഡലാക്കുന്ന ചിന്തകൾ പൊട്ടിമുളയ്ക്കുവാൻ തുടങ്ങി. ആദർശ് അതിന് മറുപടിയായി പറയുകയാണ്, അതെ, എനിക്ക് 100% അതിന് താല്പര്യമാണ്. പക്ഷേ നയനയുടെ കാര്യം അതെനിക്ക് അത്ര ഉറപ്പില്ല. അവൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊന്നും യാതൊരു ഇൻട്രസ്റ്റുമില്ല. വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി നല്ലൊരു ഭാര്യയായിട്ട് 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുക എന്നുള്ളത് മാത്രമാണ് നയനയുടെ ആഗ്രഹം. ഒരു വിധത്തിൽ അതാണ് അവളുടെ ലോകം. അവിടെ നിന്നും അവളെ പൊക്കിയെടുത്ത് ഈ ജ്വല്ലറിയിൽ കൊണ്ടുവന്ന് ഇവിടുത്തെ ബ്രാൻഡ് അംബാസഡർ വരെയാക്കി മാറ്റാൻ ഞാനും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പെട്ട പാട് അത് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ. അതിനിടയിൽ ഇക്കാര്യം കൂടി അവളോട് പറയാൻ ചെന്നാൽ അവൾ എന്നെ ഓടിക്കും. അപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, അക്കാര്യം ഓർത്ത് സാറ് വിഷമിക്കണ്ട, ഞങ്ങൾ അതേപ്പറ്റി മാഡത്തോട് സംസാരിക്കാം. അതിനുശേഷം വീട്ടിൽ ചെന്നിട്ട് സാറ് കൂടി മാഡത്തോട് കാര്യമായിട്ടൊന്ന് സംസാരിച്ചാൽ മതി. നയന മാഡം തീർച്ചയായിട്ടും അംഗീകരിക്കും. പിന്നെ ഇതൊക്കെ നമ്മുടെ ജ്വല്ലറിയുടെ അഭിവൃദ്ധിക്കും വളർച്ചയ്ക്കും ഒക്കെ തന്നെ അല്ലേ സാർ? അത് മാഡത്തിന് മനസ്സിലാകുമല്ലോ. അപ്പോൾ ആദർശ് പറയുകയാണ്, ആ ശരി, എന്തായാലും ഇന്ന് തന്നെ ഞാൻ മാഡത്തോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാം കേട്ടോ. ശരി സാർ, താങ്ക്സ് എന്ന് പറഞ്ഞ് ആ കുട്ടി പുറത്തേക്ക് പോവുകയാണ്. തുടർന്ന് ആദർശിൻ്റെ മനസ്സ് പറയുകയാണ്, ഇത് 100% സത്യമായ കാര്യം തന്നെയാണ്. നയന മൂർത്തീസ് ഗ്രൂപ്പിൻ്റെ മോഡലായി മാറിയാൽ അത് പൊളിക്കും. പക്ഷേ ഈ തീരുമാനം അമ്മയോട് എങ്ങനെ പറയും? അമ്മ ഇതറിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഇപ്പോൾ തന്നെ ഞാൻ അവളെ സ്നേഹിക്കുന്നത് അമ്മയ്ക്ക് സഹിക്കാനേ കഴിയുന്നില്ല. ആ കൂട്ടത്തിൽ ഇതുകൂടി കേട്ട് കഴിഞ്ഞാൽ അമ്മയ്ക്ക് വേദനയാകുമോ എന്തോ. എന്തായാലും ആദ്യം ഈ കാര്യം മുത്തശ്ശനുമായിട്ടൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് ആദർശ് ഉടൻ തന്നെ ഫോൺ എടുത്ത് മൂർത്തി സാറിനെ വിളിക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശനോട് പറയുകയാണ്, മുത്തശ്ശ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. കഴിഞ്ഞ ദിവസം നയന ഡിസൈൻ ചെയ്ത ഒരു നെക്ലസ് അവളുടെ കഴുത്തിലിട്ടിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിരുന്നു. ഞാനതൊക്കെ മുത്തശ്ശന് ഒന്ന് അയച്ചു തരാം. മുത്തശ്ശൻ അതൊക്കെ ഒന്ന് കാണണം. ഞാൻ പറയാൻ വന്ന കാര്യം, ആ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടതിന് ശേഷം എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണ്, എന്തുകൊണ്ട് നയനയെ നമ്മുടെ മൂർത്തീസ് ഗ്രൂപ്പിൻ്റെ മോഡലാക്കി ഒന്ന് പരീക്ഷിച്ചുകൂടാ എന്നുള്ളതാണ്. ഇത്രയും കേട്ടപ്പോഴേക്കും മൂർത്തി സാർ പറയുകയാണ്, മോനെ, നീ ആ ഫോട്ടോയും വീഡിയോയും ഒന്നും അയക്കണമെന്ന് നിർബന്ധമില്ല.
നയനമോൾ എന്തുകൊണ്ട് മൂർത്തീസ് ഗ്രൂപ്പിന്റെ മോഡലാകാൻ യോഗ്യതയുള്ള കുട്ടി തന്നെയാണ്. നയനമോളുടെ സൗന്ദര്യം അതൊരു ശാലീന സൗന്ദര്യം തന്നെയല്ലേ മോനെ. അവൾ അണിഞ്ഞൊരുങ്ങി വരുന്നത് കാണാൻ തന്നെ എന്തൊരഴകാണ്. അങ്ങനെയുള്ള നയനമോൾ നമ്മുടെ മോഡലായി നിന്നാൽ അത്രയും ആരും എത്തില്ലെന്ന് തന്നെയാണ് മുത്തശ്ശൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഇനിയിപ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കണ്ട, മോൻ പറഞ്ഞതുപോലെ തന്നെ നടക്കട്ടെ. അപ്പോൾ ആദർശ് പറയുകയാണ്, മുത്തശ്ശ, ഞാൻ ഈ കാര്യം നയനയോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. അതിൻ്റെ കാരണം അതിനു മുൻപ് അമ്മയോട് പറയണമല്ലോ. അമ്മയുടെ അനുവാദം ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാനിത് നയനയോട് പറഞ്ഞിട്ട് പിന്നെ അമ്മ അത് വേണ്ടെന്ന് പറഞ്ഞാൽ അവൾക്ക് സങ്കടമാകും. അതുകൊണ്ട് തന്നെ ഈ വിവരം അമ്മയുമായിട്ട് സംസാരിക്കണ്ടേ. അപ്പോൾ മൂർത്തി സാർ പറയുകയാണ്, അതിനെന്താ, മോൻ തന്നെ ദേവയാനിയോട് സംസാരിക്ക്, അവൾ തീർച്ചയായിട്ടും അംഗീകരിക്കും. അതൊരിക്കലും വേണ്ട എന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദേവയാനി പറയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അസുഖമൊക്കെ വന്ന് പുറത്തതിന് ശേഷം ദേവയാനിയുടെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റമാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ദേവയാനിയുടെ ഉള്ളിലിരിക്കുന്ന കരൾ നയനമോളുടേതായതുകൊണ്ടായിരിക്കാം ഈ വ്യത്യാസമൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നീ ഇന്ന് തന്നെ ദേവയാനിയോട് ഇതിനെപ്പറ്റി സംസാരിക്കേ, അവൾ അംഗീകരിക്കും, വേണ്ടെന്ന് പറയില്ല. ശരി മുത്തശ്ശ, ഞാൻ ഇന്ന് തന്നെ അമ്മയോട് പറയാമെന്ന് ആദർശ് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് ആദർശ് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വന്നിട്ട് നേരെ ദേവയാനിയുടെ അരികിലേക്ക് തന്നെയാണ് ചെല്ലുന്നത്. ആദർശിന്റെ വരവ് കണ്ടപ്പോൾ തന്നെ ദേവയാനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. കാരണം ഇതിനോടകം ദേവയാനി മുൻപ് വിളിച്ച ആ സ്റ്റാഫിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു. അപ്പോൾ ആദർശിന് അതിനോട് താല്പര്യമാണ് എന്നുള്ള കാര്യം അവർ പറയുകയും ചെയ്തു. എങ്കിലും വളരെ ഗൗരവത്തോടുകൂടി ദേവയാനി ആദർശിനോട് ചോദിക്കുകയാണ്, എന്താ വന്നേ? അല്ല അമ്മേ, ഞാൻ ഒരു കാര്യം അമ്മയോട് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ഫോട്ടോസ് അമ്മയെ കാണിച്ചിരുന്നില്ലേ, നയനയുടെ ഫോട്ടോസ്. അതൊക്കെ കണ്ടിട്ട് ഓഫീസിലുള്ള പലരും എന്നോട് പറഞ്ഞു മൂർത്തീസ് ഗ്രൂപ്പിൻ്റെ മോഡലാക്കി നയനയെ വെച്ചാൽ നന്നായിരിക്കുമെന്ന്. അപ്പോഴാണ് ഞാനും കാര്യമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. പക്ഷേ അമ്മയോട് പറയാതെ അങ്ങൊരു തീരുമാനത്തിലേക്ക് എത്താനോ നയനയോട് സംസാരിക്കാനോ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് അതേപ്പറ്റി അമ്മയുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനിവിടേക്ക് വന്നത്. അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. പക്ഷേ ഞാൻ ഈ കാര്യം മുത്തച്ഛനുമായി സംസാരിച്ചിരുന്നു. മുത്തച്ഛനത് കേട്ടപ്പോൾ തന്നെ വളരെ സന്തോഷമായി. മൂർത്തീസ് ഗ്രൂപ്പിൻ്റെ ഇനിയുള്ള മോഡൽ നയന തന്നെ ആകട്ടെ എന്നാണ് മുത്തച്ഛൻ്റെ അഭിപ്രായം. ആദർശ് ഈ കാര്യം ദേവയാനിയുമായി ചർച്ച ചെയ്യുമ്പോൾ ആ റൂമിൻ്റെ പുറത്തുകൂടി അനാമിക നടന്നു പോവുകയാണ്. പെട്ടെന്ന് ആദർശും ദേവയാനിയും അകത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് അനാമിക അവിടെ പതുങ്ങി നിൽക്കുകയാണ്. അപ്പോഴാണ് മൂർത്തീസ് ഗ്രൂപ്പിൻ്റെ മോഡലാക്കി നയനയെ മാറ്റുവാൻ ആഗ്രഹിക്കുന്ന കാര്യം ആദർശ് ദേവയാനിയുമായി ചർച്ച ചെയ്യുന്നത് കേൾക്കുന്നത്. ഇത് കേട്ടപ്പോൾ തന്നെ അനാമികയുടെ കൺട്രോൾ നഷ്ടപ്പെടുകയാണ്. ഞെട്ടലോടുകൂടിയാണ് അത് കേൾക്കുന്നത്. എന്തായാലും ആദർശ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം ദേവയാനി ഗൗരവം വിടാതെ തന്നെ പറയുകയാണ്, അല്ല ഞാനിനി ഇപ്പോൾ ഇതിനെക്കുറിച്ച് എന്ത് അഭിപ്രായം പറയാനാണ്? ഓൾറെഡി നീ മുത്തശ്ശനുമായി സംസാരിച്ചു, അനുവാദം വാങ്ങിക്കഴിഞ്ഞു. അച്ഛനും അമ്മയും ഒക്കെ അല്ലേ അവളെ അത്യധികമായി ഇവിടെ സ്നേഹിക്കുന്നത്. ഇനിയിപ്പോൾ ഈ അവസരം അവൾക്ക് ഞാൻ നിഷേധിച്ചാൽ അച്ഛൻ്റെ അമ്മയുടെയും വായിട്ടിരിക്കുന്ന വഴക്കൊക്കെ ഞാൻ കേൾക്കേണ്ടി വരും. മാത്രവുമല്ല നിന്റെ മനസ്സിനും അത് സങ്കടമാകും. എന്തിനാ ആവശ്യമില്ലാതെ ഞാൻ ഓരോരുത്തരുടെ മുഖഭാവം കാണുന്നത്? അതുകൊണ്ട് നിനക്ക് എന്താണ് ഇഷ്ടം അത് നീ അങ്ങ് ചെയ്തു. അവളെ മൂർത്തീസ് ഗ്രൂപ്പിൻ്റെ മെയിൻ ഡിസൈനർ ആക്കിയതിനും ബ്രാൻഡ് അംബാസഡർ ആക്കിയതിനും ഒന്നും ഞാൻ എതിർപ്പൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെയെങ്കിൽ പിന്നെ ഇതിന് ഞാൻ ഒരു എതിർപ്പ് പറയുന്നില്ല. നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്യുക. ഇത്രയും കേട്ടപ്പോഴേക്കും ആദർശിന് ഭയങ്കരമായിട്ട് സന്തോഷമാവുകയാണ്. ആദർശ്, എങ്കിൽ ശരിയമ്മേ, ഞാൻ നയനയോട് പറയാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്. പക്ഷെ ഇതെല്ലാം പുറത്തുനിന്ന് കേട്ടുകൊണ്ടിരുന്ന അനാമികയുടെ ചങ്ക് തകർന്നു. അനാമിക വേഗത്തിൽ ജാനകിയുടെയും ജലജയുടെയും അരികിലേക്ക് ഓടിയെത്തുകയാണ്. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇരുവരോടും സംസാരിച്ചു. കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ജലജ പറയുകയാണ്, മോളെ, ഇനിയിപ്പോൾ ഇവിടെ അങ്ങനെ പലതും നടക്കും. നമുക്കിതൊന്നും തടുക്കാൻ പറ്റില്ല. അവൾ ഈ വീട്ടിൽ വന്നു കയറിയതിന് ശേഷം മെല്ലെ മെല്ലെ ഓരോരുത്തരെയും കയ്യിലെടുത്തു. അവൾ എന്താണോ ലക്ഷ്യം വെച്ചത് അതൊക്കെ അവൾ നേടിയെടുത്തു. അവൾ ഓരോരോ നേട്ടങ്ങൾ കൊയ്തെടുക്കും തോറും നമ്മുടെ സ്ഥാനങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവളെ ഡിസൈനറാക്കി ബ്രാൻഡ് അംബാസഡറാക്കി അവൾക്ക് പുരസ്കാരങ്ങൾ കൊടുത്തു. അവളിപ്പോൾ മോഡലിങ്ങിനും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് നടക്കാൻ മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ. അല്ലാതെ ഇനിയിപ്പോൾ എന്തു ചെയ്യാൻ പറ്റും? പക്ഷേ അനാമിക പറയുകയാണ്, ഇല്ല പച്ചി, ഇതങ്ങനെ വിട്ടുകളയാനൊന്നും എനിക്ക് പറ്റില്ല. ഞാനും അനന്തപുരിയിലെ മരുമകൾ തന്നെയാണ്. എനിക്കുമുണ്ട് അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ. ഇതൊക്കെ എന്നെക്കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്. നോക്കട്ടെ എനിക്ക് എന്തു ചെയ്യാൻ പറ്റുമെന്ന്. അനാമികയും ജലജയും തമ്മിൽ സംസാരിക്കുന്നതെല്ലാം മൗനമായി കേട്ടുകൊണ്ടിരുന്ന ജാനകി ഒടുവിൽ പറയുകയാണ്, എന്തു ചെയ്യാനാ, ഇതിനൊക്കെ പറയേണ്ടത് എൻ്റെ മോനെ തന്നെയാണ്. അവനും 3 ബ്രാഞ്ചിൻ്റെ മേൽനോട്ടക്കാരനല്ലേ. അവനുമുണ്ട് ആദർശിനെ പോലെ അധികാരം. പക്ഷേ അവൻ ആദർശിൻ്റെ അടിമയായിപ്പോയി. അതാണ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടി. തുടർന്ന് കാണുന്നത് ആദർശ് നയനയോട് ഈ മോഡലിങ്ങിനെ കുറിച്ച് സംസാരിക്കാൻ ചെല്ലുന്ന കാഴ്ചയാണ്. കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നയന പറയുകയാണ് ആദർശിനോട്, ആദർശേട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? തലയ്ക്ക് നല്ല സുഖമില്ലല്ലേ? എൻ്റെ പൊന്നാദർശേട്ടാ, എന്നെക്കൊണ്ട് നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ഈ പറയുന്നത്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ആദർശേട്ടൻ ഈ പറയുന്നതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ അല്ല. സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ പേടിയാ. അപ്പോൾ ആദർശ് പറയുകയാണ്, എൻ്റെ പൊന്നു നയനെ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. എൻ്റെ കാഴ്ചപ്പാടിലും നമ്മുടെ സ്റ്റാഫുകളുടെ അഭിപ്രായ പ്രകാരവും മൂർത്തീസ് ഗ്രൂപ്പിൽ ഇപ്പോൾ മോഡലായിരിക്കുന്ന എല്ലാവരേക്കാളും നല്ലതായിരിക്കും നീ ഇത് ചെയ്താലെന്നുള്ളതാണ്. ഇന്നലെ ഞാനെടുത്ത ആ വീഡിയോസും ഫോട്ടോസും ഒക്കെ കണ്ടിട്ട് അവരൊക്കെ ഒരേപോലെ അഭിപ്രായം പറഞ്ഞു, നീ തന്നെ ഇത് ചെയ്യണമെന്ന്. ഇത് കേട്ടിട്ട് ഞാൻ മുത്തശ്ശനോടും മുത്തശ്ശിയോടും സംസാരിച്ചു. അവർക്ക് വലിയ സന്തോഷമായിരുന്നു. മാത്രവുമല്ല, അമ്മയോട് ഞാൻ ഈ കാര്യം സംസാരിച്ചു. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അമ്മയും സമ്മതം മൂളി. ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് ഇനി നീ ഇത് പറ്റില്ലെന്ന് പറയരുത്. എൻ്റെ പൊന്ന ആദർശേട്ടാ, ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മോഡലൊന്നും ആയാൽ ശരിയാവില്ല. പിന്നെ ഞാനൊരു സജഷൻ പറയാം. എന്നേക്കാൾ സുന്ദരിയാണ് എൻ്റെ ചേച്ചി. നവ്യേച്ചിയെക്കുറിച്ച് ആദർശേട്ടൻ എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? നമുക്കൊരു കാര്യം ചെയ്യാം, ചേച്ചിയോട് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാം. ചേച്ചിക്ക് പണ്ടേ പരസ്യവും മോഡലിങ്ങും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അഭിനയിക്കാനൊക്കെ പോയിട്ടുണ്ട്. ചേച്ചിക്ക് ഇത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാകും. തീർച്ചയായിട്ടും മൂർത്തീസ് ഗ്രൂപ്പിൻ്റെ മോഡലായിട്ട് നമുക്ക് നവ്യേച്ചിയെ തന്നെ എടുക്കാം. നയനെ, ഞാൻ പറയുന്നത് നീ ഇപ്പോഴൊന്ന് കേൾക്ക്. നവ്യ ഇപ്പോൾ ഗർഭിണിയാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ പറയുന്നത് പോലെ കാര്യങ്ങളൊന്നും ചെയ്യുവാൻ നവ്യയെ കൊണ്ട് കഴിയില്ല. നവ്യയെ നമുക്ക് മോഡലാക്കാം, പക്ഷേ അവളുടെ പ്രസവമൊക്കെ കഴിഞ്ഞ് വിശ്രമിച്ച് ഒന്നുകൂടി ഒന്ന് പുഷ്ടിയായിട്ടൊക്കെ വരട്ടെ. തീർച്ചയായിട്ടും ചെയ്യാം. എന്നാൽ ഇപ്പോൾ ഇത് ചെയ്യേണ്ടത് നീയാണ്. പറ്റില്ല എന്ന് നീ പറയണ്ട, ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ ആദർശ് എത്ര പറഞ്ഞിട്ടും നയനെ അങ്ങോട്ട് അടുക്കുന്നില്ല. ഒടുവിൽ ആദർശ് ഫോൺ എടുത്ത് നയനെ കാണാതെ ഗോവിന്ദനെയും കനകയെയും വിളിച്ചിട്ട് ഈ വിവരങ്ങൾ സംസാരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അവർക്കും വളരെയധികം സന്തോഷമായി. തുടർന്ന് ആദർശ് പറയുകയാണ്, അച്ഛനും അമ്മയും നന്ദുവും കൂടി നയനെ ഒന്ന് വിളിക്കണം. വിളിച്ചിതേപ്പറ്റി സംസാരിച്ച് അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം. എന്നിട്ട് എന്നോട് പറഞ്ഞാൽ മതി. തുടർന്ന് ആദർശ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കനകയും നന്ദുവും കൂടി നയനയെ വിളിച്ചിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ എല്ലാവരുടെയും നിർബന്ധപ്രകാരം മൂർത്തീസ് ഗ്രൂപ്പിന്റെ മോഡലാകുവാൻ വേണ്ടി നയന തീരുമാനിച്ചു. തുടർന്ന് ചില ദിവസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും ഷൂട്ടിങ്ങും പൂർത്തിയാക്കി നയനയെ മോഡലാക്കിക്കൊണ്ടുള്ള ഒരടിപൊളി പരസ്യ ചിത്രം മൂർത്തീസ് ഗ്രൂപ്പ് പുറത്തുവിടുന്നുണ്ട്. ഈ ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് ആകെ തകർന്നുടഞ്ഞ് നിയന്ത്രണം നഷ്ടപ്പെട്ട് അനാമിക ജാനകിയുടെ മുൻപിൽ ഒരു ഭ്രാന്തിയെപ്പോലെ അങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ അനന്തപുരിയിൽ ഈ കാഴ്ച കണ്ടുകൊണ്ട് ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അത് ദേവയാനിയാണ്. അനന്തപുരിയിൽ ഒരു കൂട്ടർ നിരാശയിലും തകർന്ന ഹൃദയത്തിലുമായിരിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ ആഹ്ലാദത്തിലാണ്, സന്തോഷത്തിലാണ്. തുടർന്ന് എന്തൊക്കെയായിരിക്കും അനന്തപുരിയിൽ അരങ്ങേറുവാൻ പോകുന്നത്? ഈ പരസ്യ ചിത്രങ്ങൾ ആരുടെയൊക്കെ ഉറക്കമാണ് കെടുത്തുവാൻ പോകുന്നത്? ഇതിന്റെ പിൻപിൽ ഇനി എന്തൊക്കെ തിരിച്ചടികളാണ് അനാമികയും വേണുവും രേവതിയും കൂടി പ്ലാൻ ചെയ്യുന്നത്? കാത്തിരിക്കാം നമുക്ക് ആ എപ്പിസോഡിന് വേണ്ടി. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.